18ാം പടിക്കും പറയാനേറെയുണ്ട്. ശബരിശ സന്നിധിയിലേക്കുള്ള മാർഗം മാത്രമല്ലത്, മനസ്സും ശരീരവും ശുദ്ധമാക്കാനുള്ള മാർഗം കൂടിയാണത്. നമ്മുടെ പുരാണങ്ങളും ഉപപുരാണങ്ങളും 18ആണ്. ഭഗവത്ഗീതയുടെ അധ്യായങ്ങളും 18 തന്നെ. 18ന്റെ പ്രാധാന്യം തന്നെയാണ് പടിയിലും നിറയുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. 18ന്റെ മഹത്വം ഇനിയും അവസാനിക്കുന്നില്ല. ഒരു മനുഷ്യായുസ്സിൽ പഠിക്കേണ്ട 18 ശാസ്ത്രങ്ങളുണ്ട്. 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 6 ദർശനങ്ങൾ, സാംഖ്യം, വൈശേഷികം, യോഗം, ന്യായം, മീമാംസ, വേദാന്തം. 6 അംഗങ്ങൾ, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. 2 പ്രധാന കൃതികൾ, രാമായണം, മഹാഭാരതം. 18ാം പടി ഇതിനെയും പ്രതിനിധീകരിക്കുന്നു. ശബരിമലയിലേക്ക് എത്തുന്നതും 18 മലകൾ താണ്ടിയാണ്. പൊന്നമ്പലമേട്, ഗൌഡൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമല, കൽക്കിമല, മാതംഗമല, മയിലാടുംമല, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, ശബരിമല എന്നിങ്ങനെ ആ മലകൾ നീളുന്നു. 18ാം പടിയിലെ ഓരോ പടിക്കും പറയാൻ വിശ്വാസത്തിന്റെ കഥകൾ ഇനിയുമേറെയാണ്. ആദ്യത്തെ 5 പടികൾ 5 കർമ്മേന്ദ്രിയങ്ങളെ, കൈ, കാൽ, വിസർജനാവയവങ്ങൾ, ഉപസം, വായി സൂചിപ്പിക്കുന്നു. അടുത്ത 5 പടികൾ ജ്ഞാനേന്ദ്രിയങ്ങളെയും, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. അടുത്ത 8 പടികൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടവയും, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, അസൂയ, ദബ്. ആദ്യ 10 പടികൾ നമസ്കരിക്കുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ശുദ്ധീകരിക്കുന്നു. അടുത്ത 8 പടികൾ നമസ്കരിക്കുമ്പോൾ ഒഴിവാക്കേണ്ടവയെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശുദ്ധീകരിച്ച മനസ്സുമായി ഭഗവാന്റെ അടുത്തേക്കെത്തുമ്പോൾ ഭക്തൻ ഭഗവാൻ തന്നെയാകുന്നു. തത്വമസി എന്ന വാക്ക് അർത്ഥപൂർണമാകുന്നതും ഇവിടെയാണ്. 18ന്റെ മഹത്വം പന്തളം കൊട്ടാരത്തിലും കാണാം. കൊട്ടാരത്തിലെ പ്രധാന കവാടമായ പടിപ്പുര മാളികയിലേക്കു കടക്കാനും 18 പടികളാണ്. പന്തളത്തുനിന്ന് ശബരിമലയിലേക്ക് തിരുവാഭരണവുമായി പോകുന്ന പന്തളം രാജാവ് പരദേവതയായ മണ്ണടി ഭഗവതിയെ തൊഴുത് പടിപ്പുര മാളികയുടെ 18 പടികളിറങ്ങിയാണ് യാത്ര തിരിക്കുന്നത്. കാനനക്ഷേത്രമായതിനാൽ വന്യമൃഗങ്ങളുടെ ആക്രമത്തിൽ നിന്ന് സംരക്ഷണം നൽകുവാനവണം ഉയരത്തിൽ ക്ഷേത്രം നിർമ്മിച്ചത്. 18ാം പടിക്ക് കാവലായി ഇടത് കറുപ്പസ്വാമിയും വലത് കടുത്തസ്വാമിയും ഭൂതഗണങ്ങളോടുകൂടി കാവലുണ്ട്. നാളികേരം ഉടച്ചുവേണം പടി ചവിട്ടാൻ. പരിശുദ്ധമായ പടിയായതിനാൽ വ്രതാനുഷ്ഠാനവും ഇരുമുടികെട്ടും നിർബന്ധം. മണികളും പത്മദള പൂക്കളും ആലേഖനം ചെയ്ത് പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ 18ാം പടിയാണ് ഇപ്പോഴുള്ളത്. 18ന്റെ പുണ്യമറിഞ്ഞ് ഇനി അയ്യപ്പസവിധത്തിലേക്ക് യാത്രയാകാം.